ഹായ് ഗൈസ്, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതുകൊണ്ട് ഒരു $1 മില്യണർ ആവാൻ പറ്റുമോ എന്നുള്ളതാണ് റീസെൻ്റ്ലി എൻ്റെ ഒരു ഫോളോവർ ചോദിച്ച ഒരു ചോദ്യം. അതായത് എത്ര വർഷം ഇൻവെസ്റ്റ് ചെയ്താലാണ്, ഏത് അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ്, പ്രതിമാസം എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്താലാണ് എന്നൊന്നും ചോദിച്ചിട്ടില്ല. SIP ചെയ്താൽ ഒരു $1 മില്യൺ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. സോ ഇതിൻ്റെ ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ 97% ആളുകൾക്കും ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ്. സോ എന്തുകൊണ്ടാണ് ഇത് ഇമ്പോസിബിൾ ആണ് എന്ന് പറയാനുള്ള കാരണം, ഒരു ഹൈപ്പോത്തറ്റിക്കൽ സെനാരിയോ എടുത്തുകൊണ്ട് അടുത്തൊരു 10 വർഷം നമ്മൾ ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ നമ്മൾ പ്രതിമാസം ഇൻവെസ്റ്റ് ചെയ്താലാണ് ഈ ഒരു $1 മില്യൺ എന്നുള്ളൊരു ടാർഗറ്റിലോട്ട് എത്താൻ സാധിക്കുക. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യയിലെ 97% ആളുകൾക്കും ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഒരു $1 മില്യൺ? പൊതുവെ $10 ലക്ഷം ആണ് ഒരു $1 മില്യൺ. അതായത് $10 ലക്ഷം ഉള്ള ഒരാളെയാണ് നമ്മൾ ഒരു മില്യണയർ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റിൽ 8,34,00,000 രൂപയാണ് ഒരു $1 മില്യൺ എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും ഇതൊരു 10 വർഷം കഴിയുമ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ വീണ്ടും കുറയും. അതായത് ഓരോ ദിവസവും താഴോട്ട് മാത്രം പോകുന്നൊരു സാധനമാണ് ഇന്ത്യൻ റുപ്പി. അപ്പോൾ അടുത്തും ഒരു 10 വർഷം കഴിയുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ USD INRൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 100-120 ആയിരിക്കും. അപ്പോൾ അന്നത്തെ ഒരു $1 മില്യൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 10-12 കോടിയൊക്കെ ആയിരിക്കും. പക്ഷേ അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റിൽ ഒരു $1 മില്യൺ എന്ന് പറയുന്നത് ഒരു 8,34,00,000 രൂപയാണ്. അതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു 8,34,00,000 രൂപ എന്നുള്ളൊരു ടാർഗറ്റിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ അസറ്റ് ക്ലാസ്സിൽ നമുക്ക് എത്രയൊക്കെ രൂപ നമ്മൾ നിക്ഷേപിക്കണം? സോ നമ്മൾ പോപ്പുലറായിട്ട് ഏതൊക്കെ അസറ്റ് ക്ലാസ്സിലാണ് പൊതുവെ SIP ചെയ്യാറ്? പൊതുവെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാൻ സാധിക്കും, ഒരു SIP ചെയ്യാൻ സാധിക്കും. സോ പോപ്പുലറായിട്ട് ഇപ്പോൾ നമ്മൾ FD കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, കാരണം അതിൻ്റെ റിട്ടേൺ എല്ലാം ഒരുപാട് കുറവാണ്. സോ നമ്മൾ പോപ്പുലറായിട്ട് നമ്മൾ SIP ചെയ്യുന്ന മെയിനായിട്ടുള്ള 3 അസറ്റ് ക്ലാസ്സാണ്. ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റും, മ്യൂച്വൽ ഫണ്ട്സും, അതേപോലെ തന്നെ ഗോൾഡും. സോ നമ്മൾ അടുത്തൊരു 10 വർഷത്തേക്ക് SIP കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ ഒരു 10-20 വർഷത്തെ നമുക്കൊരു ഹിസ്റ്റോറിക്കൽ റിട്ടേൺ, പാസ്റ്റ് പെർഫോമൻസ് നമുക്ക് കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു ഫ്യൂച്ചർ റിട്ടേൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? സോ നമ്മൾ നിഫ്റ്റിയുടെ, ഇന്ത്യയിലെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റിയുടെ കഴിഞ്ഞ ഒരു 10 വർഷത്തെ റിട്ടേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14% ആണ്. അതേസമയം നിഫ്റ്റിയുടെ 20 വർഷത്തെ റിട്ടേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14.9% റിട്ടേൺ ആണ്. അതേപോലെ തന്നെ സ്വർണ്ണത്തിൻ്റെ കഴിഞ്ഞ 20 വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 11.2% ആണ്. സോ ഈ ഓരോ അസറ്റ് ക്ലാസിൻ്റെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് കേസ് സിനാരിയോ ആണ് എടുക്കുന്നത്. നിഫ്റ്റിയുടെ നമ്മൾ 14.9%, 11.2% ഗോൾഡിൻ്റെയും റിട്ടേൺ ആണ് അടുത്തൊരു 10 വർഷത്തെ SIP കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ ഉള്ള കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഉള്ള മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് 28.5% ആണ്. അതായത് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ്പ് ഫണ്ട്. അതായത് സ്മോൾ ക്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നത് ഹൈ റിസ്കി ആയിട്ടുള്ളൊരു ഫണ്ടാണ്. പക്ഷേ സ്റ്റിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് കേസ് സിനാരിയോ ആണ് എടുക്കുന്നത്. നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലും കൂടുതൽ റിട്ടേൺ ഉള്ള മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടാവും. പക്ഷേ നമുക്ക് ഒരു ലോങ്ങർ ടൈം ഫ്രെയിമാണ് നമുക്ക് എപ്പോഴും കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ 10 വർഷത്തെ റിട്ടേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ഉള്ളത് 28.5% ആണ്. നമ്മൾ ഏറ്റവും ബെസ്റ്റ് കേസ് തന്നെയാണ് എടുക്കുന്നത്. സോ നമ്മളിത് 3 അസറ്റ് ക്ലാസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ 28.5%, നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ 15%, ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ 11.2%. സോ ഈ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ SIP കാൽക്കുലേറ്ററിൽ പ്ലഗ് ഇൻ ചെയ്തുകൊണ്ട് നമുക്ക് അടുത്തൊരു 10 വർഷം എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ആദ്യമായിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 28.5% കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റിൽ അടുത്തൊരു 10 വർഷം 10% സ്റ്റെപ്പപ്പ് SIP ഓരോ വർഷവും 10% നമ്മൾ സ്റ്റെപ്പപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രതിമാസം 1,11,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലാണ് അടുത്തൊരു 10 വർഷം കൊണ്ട് നമ്മുടെ ടോട്ടൽ ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് എന്ന് പറയുന്നത് ഈ ഒരു $1 മില്യൺ, 8,34,00,000 എന്നുള്ളൊരു ടാർഗറ്റിലോട്ട് എത്താൻ സാധിക്കുക. അതായത് നമ്മൾ പ്രതിമാസം 1,11,000 രൂപ നമ്മൾ നിക്ഷേപിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ഫണ്ടിലോ ETF-ലൊക്കെയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ബെഞ്ച് മാർക്ക് റിട്ടേൺ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ
അടുത്ത 10 വർഷത്തേക്ക് സ്റ്റെപ്പ് SIP 10%-ൽ 15% റേറ്റ് ഓഫ് റിട്ടേണിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രതിമാസം 2,13,000 രൂപ നമ്മൾ നിക്ഷേപിച്ചാലാണ് ഈ ഒരു $1 മില്യൺ എന്നുള്ളൊരു ടാർഗറ്റിലോട്ട് നമുക്ക് എത്താൻ സാധിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ഗോൾഡിലാണ് എന്നുണ്ടെങ്കിൽ പ്രതിമാസം 2,54,000 രൂപ SIP ചെയ്താലാണ് ഈ ഒരു ടാർഗറ്റിലോട്ട് എത്താൻ സാധിക്കുക. സോ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മളിൽ എത്ര ആളുകൾക്ക്, സോ നമ്മളിതൊരു സമറൈസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലാണെന്നുണ്ടെങ്കിൽ 1,11,000 രൂപ, അതേപോലെ തന്നെ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ 2,13,000 രൂപ, ഗോൾഡിലാണെന്നുണ്ടെങ്കിൽ 2,54,000 രൂപ. സോ ഏറ്റവും കുറവ് പ്രതിമാസം നമ്മൾ SIP ചെയ്യേണ്ടത് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് ഈ ഒരു ടാർഗറ്റിലോട്ട് എത്താൻ സാധിക്കുക. സോ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എത്ര ആളുകൾക്ക് ഈ ഒരു 1,11,000 രൂപ പ്രതിമാസം SIP ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ പലപ്പോഴും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലെല്ലാം ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. അതായത് ഇത്ര രൂപ നമ്മൾ പ്രതിമാസം ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര കോടി ഉണ്ടാക്കാം എന്നുള്ള പല പേഴ്സണൽ ഫൈനാൻസ് വീഡിയോസും കണ്ടിട്ടുണ്ടാകും. പക്ഷേ പല ആളുകളും കൺസിഡർ ചെയ്യാത്ത അല്ലെങ്കിൽ ആൻസർ ചെയ്യാത്ത, ചെക്ക് ചെയ്യാത്ത ഒരു കാര്യമാണ് ഇന്ത്യയിൽ എത്ര ആളുകൾക്ക് 1,00,000 രൂപയ്ക്ക് മുകളിൽ പ്രതിമാസം ഒരു SIP ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. സോ നമ്മൾ വേൾഡ് ഇൻഇക്വാലിറ്റി ഡാറ്റാബേസ് 2021 റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 25,000 രൂപയ്ക്ക് മുകളിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ 10% റിച്ച് ആയിട്ടുള്ള ആളാണ്. അതായത് 90% ആളുകളെക്കാളും കൂടുതൽ റിച്ച് ആയിട്ടുള്ള ആളാണ് എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. അതായത് 64,350 രൂപയാണ് നമ്മുടെ പ്രതിമാസം ഇൻകം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ 5% റിച്ച് ആയിട്ടുള്ള ആളുകളാണ്. അതേപോലെ തന്നെ നമ്മൾ 1,00,000 രൂപയ്ക്ക് മുകളിലാണ് നമ്മുടെ ഇൻകം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ 3% റിച്ച് ആയിട്ടുള്ള ആളുകളാണ്. അതായത് 140 കോടിയിൽ 3% റിച്ച് ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ. ഈ ഒരു 1,00,000 രൂപയ്ക്ക് മുകളിലാണ് നമ്മുടെ ഇൻകം എന്നുണ്ടെങ്കിൽ നമ്മൾ പെടുക. സോ നമ്മൾ ഇതിനു മുന്നേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഏറ്റവും കുറവ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പ്രതിമാസം ഏതിലാണ്? മ്യൂച്വൽ ഫണ്ട്സിലാണ്, 28.5%. അതിൽ പോലും നമുക്ക് പ്രതിമാസം 1,11,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താലാണ് ഈ ഒരു ടാർഗറ്റിലോട്ട് 10 വർഷം കൊണ്ട് എത്താൻ സാധിക്കുക. പക്ഷേ ആക്ച്വലി റിയാലിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 140 കോടി ഇന്ത്യയിലുള്ള ജനങ്ങളിൽ വെറും 3% ആളുകൾക്കാണ് ഈ ഒരു SIP അഫോർഡബിൾ ആണ് എന്നുള്ള പറയാനുള്ള കാരണം. അത് കാരണം കൊണ്ടാണ് ഞാൻ ഒന്നാമത്തെ സ്ലൈഡിൽ പറഞ്ഞത് 97% ആളുകൾക്കും ഈ ഒരു SIP ഈ ഒരു ടാർഗറ്റിലോട്ട് എത്തൽ ഇമ്പോസിബിൾ ആണ് എന്ന് പറഞ്ഞത്. സോ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പിന്നെ ഏത് അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് ഒരു $1 മില്യൺ എന്നുള്ളൊരു ടാർഗറ്റിലോട്ട് 10 വർഷം കൊണ്ട് എത്താൻ സാധിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ബിറ്റ്കോയിൻ്റെ കാര്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ബിറ്റ്കോയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു പതിറ്റാണ്ടായിട്ട് ഏറ്റവും കൂടുതൽ മറ്റുള്ള എല്ലാ അസറ്റ് ക്ലാസ്സിനെയും ബീറ്റ് ചെയ്യുന്ന, ഔട്ട് പെർഫോം ചെയ്യുന്ന ഒരു അസറ്റാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. നമ്മൾ 2011 മുതൽക്ക് 2024 വരെയുള്ള റിട്ടേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 14 വർഷത്തിൽ 11 വർഷവും മറ്റുള്ള എല്ലാ അസറ്റ് ക്ലാസ്സിനെയും ബീറ്റ് ചെയ്തിട്ടുള്ള, ഔട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു അസറ്റാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. നമ്മളുടെ ആനുവലൈസ്ഡ് റിട്ടേൺ 2011 മുതൽക്ക് 24 വരെയുള്ള ആനുവലൈസ്ഡ് കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 150% ആണ്. നമ്മൾ ഏർലി ഇയേഴ്സിലുള്ള 2011, 10, 12, 13 ഈ വർഷത്തൊന്നും റിട്ടേൺ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് കഴിഞ്ഞ 10 വർഷത്തെ റിട്ടേൺ, അതായത് ബിറ്റ്കോയിൻ ഓൾറെഡി ഒരു $500 $900 ക്രോസ് ചെയ്തിട്ടുള്ള ഒരു പീരീഡ് കഴിഞ്ഞൊരു 10 വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ 10 വർഷത്തെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 63% ആണ്. മറ്റുള്ള ഏതൊരു അസറ്റ് ക്ലാസ്സിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭീകരമായിട്ടുള്ള റിട്ടേൺ ആണ് അല്ലേ. സോ ഇനി നമ്മൾ ഈ ഒരു സെയിം SIPയിൽ കാൽക്കുലേറ്ററിൽ ഈ ഒരു 63% റിട്ടേൺ നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് പ്രതിമാസം നിക്ഷേപിച്ചാലാണ് നമ്മളൊരു ടാർഗറ്റിലോട്ട് എത്താൻ പറ്റുക എന്നൊന്ന് നമുക്ക് നോക്കാം. നമ്മൾ വിത്തൗട്ട് സ്റ്റെപ്പ് അപ്പ് SIP തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് അപ്പ് SIP നമ്മളൊരു 1% നമ്മൾ പോലും കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 63% റിട്ടേണിൽ അടുത്തൊരു 10 വർഷം നമ്മൾ 25,000 രൂപ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ടാർഗറ്റിലോട്ട് എത്താൻ സാധിക്കും. ഈ ഒരു 63% റിട്ടേണിൽ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് റിയാലിറ്റി. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 പ്രതിമാസം നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 വർഷം കൊണ്ട് നമ്മുടെ ടോട്ടൽ നമ്മൾ നിക്ഷേപിക്കുന്നത് 31.39 lakhs ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 10 വർഷം കഴിഞ്ഞിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 8,39,00,000 രൂപയായിരിക്കും. ഇനി നമ്മൾ 63% കൺസിഡർ ചെയ്യാതെ അതിലും കുറവ് ഒരു 50% ആനുവൽ റിട്ടേൺ നമ്മൾ കൺസിഡർ ചെയ്താൽ പോലും
$48,000 പ്രതിമാസം നിക്ഷേപിച്ചാൽ നമുക്ക് ഈ ഒരു $1 million എന്നുള്ളൊരു ടാർഗറ്റിലോട്ട് എത്താൻ സാധിക്കും. അതായത് നമ്മളിതിന് മുന്നേ ഡിസ്കസ് ചെയ്ത 3 അസറ്റ് ക്ലാസ്സിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ അതിലും എത്രയോ കുറവ് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും ബിറ്റ്കോയിനിൽ നമുക്ക് ഈ ഒരു ടാർഗറ്റിലോട്ട് എത്താൻ പറ്റും എന്നുള്ളതാണ് റിയാലിറ്റി. സോ ഇത് നമ്മൾ ജസ്റ്റ് ഒരു അസംഷൻ മാത്രമാണ്. അതായത് നമുക്ക് എല്ലാ അസറ്റ് ക്ലാസ്സും പാസ്റ്റ് പെർഫോമൻസ് നോക്കിയിട്ടാണ് നമുക്ക് ഫ്യൂച്ചർ പെർഫോമൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇനി അടുത്ത ഒരു 10 വർഷം എന്ന് പറയുന്നത് ഒരു പക്ഷേ പല ഈവൻ $1 trillion അസറ്റ് മാനേജ് ചെയ്യുന്ന വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും കഴിഞ്ഞ 10 വർഷത്തെക്കാളും കൂടുതൽ ഗ്രോത്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു കഴിഞ്ഞ 10 വർഷത്തെ 63% റിട്ടേണിനെക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടും എന്ന് പോലും പല ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ പോലും പറയുന്നുണ്ട്. സോ അങ്ങനെയുള്ളൊരു കേസിൽ നമ്മളൊരു 50% റിട്ടേൺ പോലും കിട്ടുമെന്ന് അസ്യൂം ചെയ്യൽ ആക്ച്വലി ഒരു ബേസ് കേസ് അല്ലെങ്കിൽ ഒരു ബെയറിഷ് കേസ് സിനാരിയോ ആണ്. സോ തീർച്ചയായിട്ടും നമ്മളൊരു റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു റിട്ടയർമെൻറ്റ് ടാർഗറ്റിലോട്ട് എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. സോ എല്ലാവർക്കും വീഡിയോ ഇൻഫർമേറ്റീവായി അല്ലെങ്കിൽ യൂസ്ഫുൾ ആണ് എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസും കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.